അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ വലിയ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഈ സയന്റിഫിക് ടെമ്പർ, സയന്റിഫിക് നോളജ് തുടങ്ങിയ ഈ രണ്ട് പദങ്ങൾ. സയന്റിഫിക് നോളജ് ഉള്ള എല്ലാവർക്കും സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണമെന്നില്ല. സയന്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രബോധം എന്നാണ്. സയന്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലുള്ള അറിവ് എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ അറിവുള്ളവർക്ക് ശാസ്ത്രബോധം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർക്ക് ശാസ്ത്രബോധമില്ലാതാകുമ്പോഴാണ് അവർ അമ്പലത്തിൽ പോവുകയും ഗണപതി ഹോമം നടത്തുകയും റോക്കറ്റ് വിടുന്നതിന് മുമ്പ് അവിടെ പൂജ നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്ന ഒരു നറേറ്റീവ് നമ്മുടെ ഇടയിൽ വളരെ ശക്തമായി തന്നെ സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യുക്തിവാദികൾ എന്ന വിഭാഗം. എന്നാൽ നമുക്ക് ആ വിഷയം തന്നെ ചർച്ച ചെയ്യാം. ശാസ്ത്രബോധമില്ലാത്ത ശാസ്ത്രജ്ഞന്മാർ. നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശാസ്ത്രബോധമില്ലാത്ത ശാസ്ത്രജ്ഞന്മാർ. ഈ അടുത്ത കാലത്ത് ചാന്ദ്രയാൻ 3 വിക്ഷേപണത്തിനോടനുബന്ധിച്ചും അതിനുശേഷം നടന്ന ISRO വിക്ഷേപണങ്ങളുടെയൊക്കെ സമയത്ത് ഏറ്റവും അധികം ചർച്ചാ വിഷയമായ ഒരുപാട് ആൾക്കാർ ചാനലുകളിലും മറ്റും വളരെ പരിഹാസരൂപേണ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ശാസ്ത്രജ്ഞന്മാർ എന്തിനാണ് ഈ വിക്ഷേപണത്തിന് മുമ്പ് തിരുപ്പതി ക്ഷേത്രത്തിൽ പോകുന്നു, റോക്കറ്റിൻ്റെ ചെറിയ മോഡലുകളുമായി പോയി വഴിപാട് നടത്തുന്നു. ISRO ചെയർമാൻ സോമനാഥ് തിരുവനന്തപുരത്ത് പൗർണമിക്കാവ് അമ്പലത്തിൽ സ്ഥിരമായി പോകുന്നു. അദ്ദേഹം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നു. ഇവരൊക്കെ എന്തിനാണ് പിന്നെ ശാസ്ത്രം പഠിച്ചത്? യഥാർത്ഥത്തിൽ ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുമോ? അല്പമെങ്കിലും ശാസ്ത്രബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുമോ? ശാസ്ത്രം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് കേവലം ഒരു അന്ധവിശ്വാസമോ മിത്തോ മാത്രമാണ്. ഒരു കാരണവശാലും ശാസ്ത്ര സമൂഹം ഇതിനെ അംഗീകരിക്കരുത്. ഈ രീതിയിലുള്ള നറേറ്റീവ് കുറെ കാലമായി നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്നാൽ തൽക്കാലം നമുക്ക് ഈ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ അങ്ങോട്ട് മാറ്റി നിർത്താം. ഈ കൂട്ടർ ഒരിക്കലും നമ്മുടെ ഭാരതത്തിലുണ്ടാകുന്ന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെയും ശാസ്ത്ര വികാസങ്ങളെയും അംഗീകരിക്കാറില്ലല്ലോ. ഇവിടെ എന്താണോ ഉള്ളത് ഇത് മുഴുവനും സായിപ്പന്മാർ കൊണ്ടുവന്നതാണ്, അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന മട്ടിലുള്ള ഒരു സമീപനമാണ് പൊതുവെയുള്ളത്. എന്നാൽ നോളജ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകാവകാശമൊന്നുമില്ല. അറിവ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഒരറിവും ഒരു മനുഷ്യനും ഉണ്ടാക്കിയതല്ല. ഇവിടെ തന്നെ ഉള്ള അറിവുകളൊക്കെ തന്നെയാണ്. അത് പലരും പലയിടത്തും മനസ്സിലാക്കുന്നു, അത് പലയിടത്തേക്കും ഷെയർ ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയാണ് മാനവകുലം ഇത്രയുമൊക്കെ പുരോഗമിച്ചത് എന്ന ഒരടിസ്ഥാന വിവരമെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. അത് പോട്ടെ, ശരി. ഞാനിവിടെ എന്തായാലും ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇവരുടെ നറേറ്റീവ് പ്രകാരം ശാസ്ത്രബോധമില്ലാത്ത കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഞാനിവിടെ പറയാം. അതായത് അവർ ദൈവവിശ്വാസികളായിരുന്നു, അഥവാ ശാസ്ത്രബോധമില്ലാത്ത ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അതിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരില്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന ലിസ്റ്റിൽ വിഖ്യാതരായ കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഞാനിവിടെ പറയാം. ഗലീലിയോ ഗലീലി, ഐസക് ന്യൂട്ടൺ, തോമസ് കെൽവിൻ, വില്യം ഹാർവി, വെർണർ ഹൈസൻബർഗ്, റോബർട്ട് ബോയൽ, നിക്കോളാസ് കോപ്പർനിക്കസ്, മൈക്കൽ ഫാരഡേ, മാക്സ് പ്ലാങ്ക്, ലൂയിസ് പാസ്റ്റർ, ജോഹന്നാസ് കെപ്ലർ, ക്ലാർക്ക് മാക്സ്വെൽ, മാർക്കോണി, ഗ്രിഗർ മെൻഡൽ, ലെബനിസ്, ഷ്രോഡിഞ്ചർ, പാസ്കൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാചകം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. മോർ ആൻഡ് മോർ ഐ ലേൺ സയൻസ്, മോർ ആൻഡ് മോർ ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാൻ എത്രത്തോളം ശാസ്ത്രം പഠിക്കുന്നോ അത്രത്തോളം ഈശ്വരനിൽ വിശ്വാസം കൂടുന്നു എന്നാണ് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. എന്തുകൊണ്ടാകാം മാനവരാശിയുടെ മഹാവെളിച്ചങ്ങളായ ഈ മഹാശാസ്ത്രജ്ഞന്മാർ ഈശ്വരവിശ്വാസികളായത്? എന്തുകൊണ്ടാകാം ലോകത്തിൽ പലരും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ദൈവത്തിനെ ഇവർ ചേർത്ത് പിടിക്കുന്നത്? അവർക്ക് ശാസ്ത്രബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് ഒറ്റയടിക്കെന്ന് പറഞ്ഞൊഴിയാം. പക്ഷെ അതാണോ കാര്യം? അതിന് ഒറ്റ സെന്റൻസിൽ ഒരു ഉത്തരം പറയാം. വൈ? ബിക്കോസ് ദേ ആർ ഡീലിംഗ് വിത്ത് യൂണിവേഴ്സ്. ഈ
ശാസ്ത്രജ്ഞന്മാരെല്ലാവരും, ശാസ്ത്രം അതിൻ്റെതായ ആഴത്തിൽ പഠിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും, അവർ സംവദിക്കുന്നത് പ്രപഞ്ച സത്യങ്ങളുമായിട്ടാണ്, പ്രപഞ്ചവുമായിട്ടാണ്, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുമായിട്ടാണ്. അങ്ങനെ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നാം ഒക്കെ എത്രയോ നിസ്സാരരാണ്, നാം അറിഞ്ഞതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് നാം അറിയാതെ കിടക്കുന്നത്, നമുക്ക് എത്രത്തോളം അറിയില്ല എന്നുപോലും നമുക്കറിയില്ല എന്നുള്ള സത്യം. ആ സത്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ ആരും നമ്രശിരസ്കരായി പോകുന്നത്. ആലോചിച്ച് നോക്കൂ, നാം ഈ കാണുന്ന ഭൂമി എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതുന്ന ഈ ഭൂമി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വലിപ്പവുമായി ഒന്ന് കമ്പയർ ചെയ്താൽ ഒരു പൊടിയുടെ സ്ഥാനം പോലുമില്ല. ഇന്ന് നമുക്ക് കഴിയുന്ന വേഗതയിൽ യാത്ര ചെയ്താൽ ഈ സൗരയൂഥത്തിന് പുറത്തെത്താൻ ഒരു 25-30 വർഷം വേണ്ടിവരും. പ്രകാശ വേഗതയിൽ യാത്ര ചെയ്താൽ സൂര്യന് തൊട്ടടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിലെത്താൻ അടുത്ത 20 വർഷം വേണ്ടിവരും പ്രകാശ വേഗതയിൽ പോയാൽ. നാം ഉൾക്കൊള്ളുന്ന ഈ മിൽക്കി വേ എന്ന ഗ്യാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ പ്രകാശ വേഗതയിൽ പോവുകയാണെങ്കിൽ 1,00,000 വർഷം വേണം. അങ്ങനെയുള്ള ബില്യൺ കണക്കിന്, കോടിക്കണക്കിന്, 100 കണക്കിന്, കോടിക്കണക്കിന് ഗ്യാലക്സികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരിയുടെ പോലും സ്ഥാനമില്ല നമ്മുടെ ഈ ഭൂമിക്ക്. ആ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവിവർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. അതായത് ഈ പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നത് ഒരു ഫാക്ടറിയേ അല്ല, ഒരു വിഷയമേ അല്ല. അത്രമാത്രം നിസ്സാരനായ ഈ മനുഷ്യൻ ഈ പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നാം എത്രത്തോളം ചെറുതാണ് എന്നറിയുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ മഹാസത്യങ്ങളുടെ നേരെ അറിയാതെ ഒന്ന് മനുഷ്യൻ കൈകൂപ്പി പോകുന്നതും അതിന് സൃഷ്ടാവെന്നോ ദൈവമെന്നോ ഒക്കെ പേരിട്ട് വിളിക്കുന്നതും. വളരെ വിശാലമായ തലങ്ങളിലേക്കും അതിസൂക്ഷ്മമായ തലങ്ങളിലേക്കും പോകുമ്പോൾ എത്ര അറിഞ്ഞാലും എത്ര പഠിച്ചാലും തീരാത്ത അറിവുകൾ കിടക്കുന്നു എന്ന തിരിച്ചറിവ് മനുഷ്യനെ കൂടുതൽ വിനയാന്വിതനാക്കുമ്പോഴാണ് അവൻ ദൈവവിശ്വാസിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, മോർ ആൻഡ് മോർ ഐ ലേൺ സയൻസ്, മോർ ആൻഡ് മോർ ഐ ബിലീവ് ഇൻ ഗോഡ്. എന്തായാലും ശാസ്ത്രബോധമില്ലാത്ത ശാസ്ത്രജ്ഞന്മാരുടെ ലിസ്റ്റിലേക്ക് ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ കൂടി ചേർക്കണം എന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു.